നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നവജാത ശിശുക്കളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയുടെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വളരെ മുൻപന്തിയിലാണ്. അമ്മമാരുടെ ആരോഗ്യം, കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി, ഏറ്റവും പ്രധാനമായി അമ്മമാരുടെ ഉന്നത വിദ്യാഭ്യാസം എന്നിവ വരെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് വർഷങ്ങളായി കുഞ്ഞുങ്ങളിലെ പഠന വൈകല്യങ്ങളും സ്വാഭാവിക വൈകല്യങ്ങളും ചെറിയ രീതിയിലെങ്കിലും വർദ്ധിച്ചു വരുന്നുണ്ട്. മാതാപിതാക്കൾ ചെറുതായി ഒന്ന് മനസ്സുവെച്ചാൽ തന്നെ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ മാനസിക വളർച്ചയ്ക്ക് ഉതകുന്നതായ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇതിൽ സഹായകമാകുന്ന നവജാത ശിശു പരിചരണം എന്ന വിഷയമാണ് ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത്. പരുമല ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനും നിയോനാറ്റോളജിസ്റ്റുമായ ഡോക്ടർ റോഹിൻ എബ്രഹാം നമുക്കൊപ്പമുണ്ട്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്, നവജാത ശിശു പരിചരണത്തിൽ നിയോനാറ്റോളജി എന്ന സ്പെഷ്യലൈസ്ഡ് വിഭാഗത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്? നിയോനറ്റോളജി എന്ന് പറഞ്ഞാൽ പീഡിയാട്രിക്സിന്റെ ഒരു സബ് ഡിവിഷനാണ് നിയോനറ്റോളജി എന്ന് പറഞ്ഞ വിഭാഗം. നിയോനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യത്തെ 28 ഡേയ്സിലുള്ള ന്യൂബോൺസിനെയാണ് നമ്മൾ നിയോനേറ്റ്സ് എന്ന് പറയുന്നത്. അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ നിയോനറ്റോളജിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ശരി ഡോക്ടർ. അതോടൊപ്പം തന്നെ ഈ നവജാത ശിശു പരിചരണം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന അപകടങ്ങളിൽ അധികവും വീഴ്ച തന്നെയാണ്. വീഴ്ച മൂലം തല തടിച്ചു വീങ്ങുക, മുറിവുണ്ടാകുക, തലയോട്ടിക്ക് ക്ഷതമേൽക്കുക, തലച്ചോറിനുള്ളിൽ തന്നെ രക്തസ്രാവം ഉണ്ടാകുക എന്നിങ്ങനെ പലതരം ഗുരുതരാവസ്ഥകളും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ സംഭവിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു വീഴ്ച എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കൊച്ചിന്റെ ഒരു ജനറൽ എക്സാമിനേഷൻ നമ്മൾ ചെയ്യുക. കുഞ്ഞിനെ എന്തെങ്കിലും വോമിറ്റിംഗ് ഉണ്ടോ, കുഞ്ഞിന്റെ കോൺഷ്യസ്നെസ് എങ്ങനെയുണ്ട്, ബോധാവസ്ഥ എങ്ങനെയുണ്ട്, അങ്ങനെ കൊച്ചിനെ വല്ല അപസ്മാരം വല്ലതും ഉണ്ടോ, അങ്ങനെ പല ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ചെയ്യാം. ഏതെങ്കിലും തരത്തിലൊരു റെഡ് ഫ്ലാഗ് എന്തെങ്കിലും കാണുവാണെങ്കിൽ നമ്മൾ കുഞ്ഞിന്റെ തലയുടെ സ്കാൻ ചെയ്യണം. ന്യൂറോസോണോഗ്രാം അല്ലെങ്കിൽ CT സ്കാൻ നമ്മൾ ചെയ്യണം. തലച്ചോറിൽ വല്ല രക്തസ്രാവം എല്ലാം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. പിന്നെ ജനറൽ എക്സാമിനേഷൻ വല്ല എല്ലിന്റെ വല്ല ഫ്രാക്ചർ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളത് എക്സാമിനേഷൻ വഴി നമ്മൾ കണ്ടുപിടിക്കുകയും എക്സ്റേ അങ്ങനത്തെ ഫർദർ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം. കുഞ്ഞുങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ ഡോക്ടർ തുടർന്നോളൂ. നമ്മൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഒരു ജനറൽ ചെക്കപ്പ് നമ്മൾ ചെയ്യേണ്ടതാണ്. തലച്ചോറിൽ വല്ല ബ്ലീഡിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ കൺസൾട്ട് ചെയ്യണം. ശരി ഡോക്ടർ. ഈ പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റുമ്പോൾ പല കുട്ടികളിലും അതൊരു പഴുപ്പ് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പിന്നീട് വരാറുണ്ട്. അത് ഉണ്ടാകാതിരിക്കാനായി ചെയ്യേണ്ടത് എന്താണ്? കേട്ടില്ല, ഒന്നോടൊന്ന് പറയാമോ? പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റുമ്പോൾ കുട്ടികളിൽ ഒരു പഴുപ്പ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ചില കുട്ടികളിലെങ്കിലും വരാറുണ്ട്. പക്ഷെ കുളിപ്പിക്കുന്നതിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? പൊക്കിൾക്കൊടി ഒരു 8 to 9 days, 8ാമത്തെ അല്ലെങ്കിൽ 9ാമത്തെ ദിവസം ആ പൊക്കിൾക്കൊടി വിട്ടുപോകും. പൊക്കിൾക്കൊടി വിട്ടുപോയതിനു ശേഷം ആ പൊക്കിളിന്റെ അവിടെ ചെറിയൊരു ദശ പോലെ നമ്മൾ കാണാറുണ്ട്. അതിന്റെ പേരാണ് അംബിളിക്കൽ ഗ്രാനുലോമ എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. അത് നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നമ്മൾ സ്പിരിറ്റിന്റെ സ്വാബ് ചെയ്ത് ഡെയിലി ക്ലീൻ ചെയ്യുക. ആ ഭാഗം നമ്മൾ കുറച്ച് ഡ്രൈ ആക്കി വെക്കുക. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ റോക്ക് സോൾട്ട് വേണം നമുക്ക് ഉപയോഗിക്കാം അംബിളിക്കൽ ഗ്രാനുലോമ കരിയാനായിട്ട്. അംബിളിക്കൽ പൊക്കിളിന്റെ ചുറ്റും റെഡ്നെസ് എല്ലാം നമ്മൾ കാണുവാണെങ്കിൽ അത് ഇൻഫെക്ഷൻ ആണ്. അതിന് നമ്മൾ ഒരു സ്വാബ് കൾച്ചർ എടുക്കുകയും ബ്ലഡ് കൾച്ചർ എടുക്കുകയും IV ആന്റിബയോട്ടിക് നമ്മൾ കൊടുക്കേണ്ടതാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഈ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ജനിച്ച് എത്ര ദിവസത്തിനുള്ളിൽ കുഞ്ഞിനെ വെള്ളം മുക്കി തുടക്കുക മാത്രമാണോ, അല്ലെങ്കിൽ കുളിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് അതിന്റെ ഒരു രീതി? ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആദ്യത്തെ ഒരു 5 to 7 days നമ്മൾ കുഞ്ഞിനെ ഒരു തുണിയിൽ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ കുഞ്ഞിനെ തുടക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 7ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ കുഞ്ഞിന്റെ ടെമ്പറേച്ചർ ഒക്കെ ഒരു നോർമൽ ആയി കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാം. അത് ഒരു ഉച്ച സമയങ്ങളിൽ, ഇച്ചിരി ചൂടുള്ള സമയങ്ങളിലായിരിക്കും കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് കറക്റ്റ്. ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കാം.
അതോടൊപ്പം തന്നെ ഈ പാല് കൊടുക്കുമ്പോൾ കുട്ടികളിൽ അത് തികട്ടി വരുന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഉണ്ടായി ആവർത്തിച്ചുള്ള ചുമയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടലോ ഒക്കെ ഉണ്ടായാൽ ഡോക്ടറെ സമീപിക്കേണ്ടതുണ്ടോ? അതിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇതിന്റെ പേരാണ് ഗ്യാസ്ട്രോഇസോഫേജിയൽ റിഫ്ലക്സ്. അത് കുഞ്ഞ് പാല് കുടിച്ചാൽ ഇസോഫേഗസ് എന്നൊരു ട്യൂബ് ഉണ്ട്. ആ ട്യൂബ് വഴിയാണ് ഈ പാല് കുഞ്ഞിന്റെ സ്റ്റമക്കിലേക്ക് ചെല്ലുന്നത്. അപ്പോ ഒരു ഗ്യാസ്ട്രോഇസോഫേജിയൽ വാൽവ് ഉണ്ട്. ആ വാൽവിന്റെ നോർമൽ ഫംഗ്ഷനിങ് ഒരു 4 to 6 months ആകുമ്പോഴാണ് അതിന്റെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ആവുന്നത്. അപ്പൊ ആ ഒരു സമയം വരെ ഈ വയറ്റിലുള്ള പാല് മേളിലേക്ക് തികട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കുഞ്ഞിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോർമലായിട്ട്, കുഞ്ഞിന്റെ ഗ്രോത്ത് നോർമലായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ അധികം വെറി ചെയ്യേണ്ട കാര്യമില്ല. ചില സമയങ്ങളിൽ ഈ മേളിലേക്ക് തികട്ടി വന്ന പാല് ലങ്സിലേക്ക് 1-2 തുള്ളി പോയി പോകുമ്പോൾ കുഞ്ഞിന് കുറച്ചു നേരത്തേക്ക് ഒരു ചുമ കുഞ്ഞിന് ഉണ്ടാവാം. മെജോറിറ്റി മിക്ക സമയങ്ങളിലും ഇതൊരു വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രശ്നമാണ്. എല്ലാ പ്രാവശ്യവും അമ്മ കുഞ്ഞിനെ പാല് കൊടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് കുഞ്ഞിനെ തോളത്ത് വെച്ചിട്ട് ഒരു ബർപ്പിംഗ് ചെയ്യേണ്ടത്, ഗ്യാസ് തട്ടിക്കളയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുഞ്ഞിന്റെ ചുമ വല്ലതും കൂടുകയോ അല്ലെങ്കിൽ ശ്വാസമുട്ടോ എല്ലാം കൂടുകയാണെങ്കിൽ, ഈ പാലാസ്പെറ്റിന് ശേഷം ചുമയോ അല്ലെങ്കിൽ ശ്വാസമുട്ടോ എല്ലാം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ജനനത്തോടെ തന്നെ പല കുട്ടികളിലും മഞ്ഞപ്പിത്തം കാണാറുണ്ട്. ഇതിനുള്ള സാഹചര്യം എപ്പോഴാണ് ഉണ്ടാകുന്നത്? എല്ലാ ന്യൂബോൺസിന്റെയും ഹീമോഗ്ലോബിൻ കണ്ടന്റ് കൂടുതലായിരിക്കും. നമ്മളൊരു അഡൽട്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ പിള്ളേരുടെ ഹീമോഗ്ലോബിൻ ഒരു 17 അല്ലെങ്കിൽ 18 ആണ്. നമ്മുടെ അഡൽട്സിന്റെ ആണെങ്കിൽ 12 അല്ലെങ്കിൽ 13 ആണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞിന് ഇത്രയും ഹീമോഗ്ലോബിന്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ അത് ഗ്രാജുവലി ആ ഹീമോഗ്ലോബിൻ RBCs എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പൊ അതിന്റെ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഈ ബിലിറുബിൻ അല്ലെങ്കിൽ മഞ്ഞപ്പ്. ജനിക്കുന്ന എല്ലാ പിള്ളേർക്കും ചെറിയ രീതിയിലുള്ള മഞ്ഞപ്പ് നമ്മൾ കാണാറുണ്ട്. ഇതിനാണ് നമ്മൾ ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയുന്നത്. ചില സിറ്റുവേഷനിൽ ഈ ഗ്രൂപ്പ് ഇൻകമ്പാറ്റിബിലിറ്റി, അതായത് അമ്മയുടെ ഗ്രൂപ്പ് O ഗ്രൂപ്പും കുഞ്ഞിന്റെ A ഗ്രൂപ്പ് അല്ലെങ്കിൽ B ഗ്രൂപ്പ്, അല്ലെങ്കിൽ അമ്മയുടെ നെഗറ്റീവ് ഗ്രൂപ്പും കൊച്ചിന്റെ പോസിറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ പാത്തോളജിക്കൽ ജോണ്ടിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പാത്തോളജിക്കൽ ജോണ്ടിസ് ഫസ്റ്റ് ഡേ തന്നെ കുഞ്ഞിന്റെ മഞ്ഞപ്പ് കണ്ടമാനം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഫോട്ടോതെറാപ്പി അല്ലെങ്കിൽ ഫോട്ടോതെറാപ്പിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ, അതായത് കുഞ്ഞിന്റെ ബ്ലഡ് മാറ്റി വേറെ പുറത്തുനിന്നുള്ള ഒരു ബ്ലഡ് നമ്മൾ കയറ്റേണ്ടി വരും മഞ്ഞപ്പ് കുറയ്ക്കാനായിട്ട്. ഫിസിയോളജിക്കൽ ജോണ്ടിസിന് പൊതുവെ ട്രീറ്റ്മെന്റ് ആവശ്യം ഇല്ല. ഇപ്പോഴിങ്ങനെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ മഞ്ഞപ്പിത്തത്തിന് സാധാരണയായി ഡോക്ടർമാർ വരെ നിർദ്ദേശിച്ച് കാണാറുള്ള ഒരു കാര്യം ഏതെങ്കിലും സമയത്ത് അല്ലെങ്കിൽ രാവിലെയോ വൈകിട്ടോ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ അടുപ്പിക്കുന്ന ഒരു രീതിയാണ്. എന്നാൽ ഇപ്പോൾ ഓസോൺ പാളികളിലുള്ള ഒരു വിള്ളൽ മൂലം സൂര്യപ്രകാശം കുഞ്ഞുങ്ങളുടെ നേരിട്ട് ശരീരത്തിലേക്ക് അടുപ്പിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യില്ലേ? നമ്മൾ ഒരു കുഞ്ഞിന് മഞ്ഞപ്പ് കൂടുമ്പോൾ നമ്മൾ സാധാരണ ഫോട്ടോതെറാപ്പി ബ്ലൂ ലൈറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ വേവ് ലെങ്ത് 475 to 490 വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് ആണ് ഈ ബ്ലൂ ലൈറ്റ്. സൺലൈറ്റിലും സൂര്യപ്രകാശത്തിലും ഈ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് ഉണ്ട്. അത് കൂടാതെ വേറെ പല വേവ് ലെങ്ത്തിലുള്ള റെഡ്, അങ്ങനെ പല വേവ് ലെങ്ത്തിലുള്ള ലൈറ്റും ഈ സൂര്യപ്രകാശത്തിലുണ്ട്. പിന്നെ വേറെ നമ്മൾ ഓർക്കേണ്ടത്, ഈ കുഞ്ഞുങ്ങളുടെ സ്കിൻ നമ്മുടെ അഡൽട്ട് പോപ്പുലേഷനെ പോലെ അത്ര മെച്യൂർ ആയിട്ടുള്ള ഒരു സ്കിൻ അല്ല. അപ്പൊ അത് ഭയങ്കര സെൻസിറ്റീവ് ആൻഡ് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. അപ്പൊ പലതരം സ്കിൻ ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യാറില്ല സൂര്യപ്രകാശം കാണിക്കുന്നത്. ഇനി കുട്ടികളുടെ ഭക്ഷണത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ സാധാരണയായി 4-ാം മാസം മുതലാണ് ഖരാഹാരം നൽകി തുടങ്ങുന്നത്, കുറുക്ക് തുടങ്ങിയ ഭക്ഷണങ്ങൾ. ഇവ നൽകി തുടങ്ങേണ്ടതിന്റെ ഒരു സമയം അത് തന്നെയാണോ? നമ്മളൊരു ആദ്യത്തെ 6 മാസം വരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. ചില സിറ്റുവേഷനുകളിൽ ഇപ്പൊ കുഞ്ഞിന്റെ വെയിറ്റ് നല്ല രീതിയിൽ നോർമൽ രീതിയിലുള്ള കൂടുതലല്ലെങ്കിൽ നമ്മൾ 5 മാസം ആകുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള കുറുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറയും. അത് ദിവസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറയും. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ രാവിലെയും വൈകുന്നേരം കൊടുക്കാൻ പറയും. ഗ്രാജുവലി അതിന്റെ അളവൊക്കെ നമുക്ക് ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചോറ്, പരിപ്പ് അതെല്ലാം നമുക്ക് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്, എത്രയായാലും ബുദ്ധിക്കും എല്ലാം മുലപ്പാൽ വളരെയധികം നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കൊടുക്കേണ്ടത് എത്ര വയസ്സ് വരെയാണ്, എത്ര വയസ്സിലാണ് നിർത്തേണ്ടത്?
നമ്മൾ ആദ്യത്തെ 6 മാസം വരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ് മാത്രം കുഞ്ഞിന് നൽകിയാൽ മതി. നമ്മൾ വെള്ളമോ തേനോ വേറെ യാതൊരു ആഹാരവും വേറെ ഒന്നും നമ്മൾ കൊടുക്കരുത് ആദ്യത്തെ 6 മാസം. ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം നമുക്ക് കുറുക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. മുലപ്പാല് നമുക്ക് ഒരു 2 വയസ്സ് വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നമുക്കത് ഗ്രാജുവലി ഒരു 8 മാസം, 7 മാസം 8 മാസം കഴിഞ്ഞാൽ നമുക്ക് രാത്രി സമയങ്ങളിൽ കൊടുക്കുന്ന ഫീഡിങ് നമുക്ക് ഗ്രാജുവലി സ്റ്റോപ്പ് ചെയ്യാം. പകൽ സമയത്ത് നമുക്ക് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാം. 2 വയസ്സ് വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ബ്രസ്റ്റ് ഫീഡിങ്. അതോടൊപ്പം തന്നെ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ അമ്മയുടെ ഒരു മാനസികാരോഗ്യം വളരെ പ്രധാനമായ ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ ഘടകത്തിൽ ഇത് പറയുന്നുണ്ട്. ഇതിനൊരു പ്രാധാന്യം എത്രത്തോളമാണ്? ഈ പ്രഗ്നൻസി സമയത്ത് അമ്മയുടെ ആറ്റിറ്റ്യൂഡ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. അമ്മയുടെ ഇമോഷൻസ് എല്ലാം കുഞ്ഞിന്റെ ആരോഗ്യത്തിനെയും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റിനെ അത് ബാധിക്കാം. അപ്പൊ അമ്മ ഇമോഷണലി സ്ട്രെസ്ഡ് ആണെങ്കിൽ ഒരു ഈവൻ പ്രീമച്വർ ആയിട്ടുള്ള ഡെലിവറി വേണമെങ്കിൽ സംഭവിക്കാം. കുഞ്ഞിന്റെ വെയിറ്റ് ഗെയിനിനെയും കുഞ്ഞിന്റെ ആരോഗ്യത്തിനെയും തീർച്ചയായിട്ടും ബാധിക്കും. ഡെലിവറിക്ക് ശേഷമാണെങ്കിൽ തന്നെ അമ്മയുടെ ഒരു മാനസികമായ ഒരു അവസ്ഥ മുലപ്പാലിന്റെ പ്രൊഡക്ഷനെ വരെ ബാധിക്കാം. അമ്മയ്ക്ക് കണ്ടമാനം ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ, മനപ്രയാസം, അങ്ങനെ പല മാനസികമായ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷനെ അത് സാരമായ രീതിയിൽ ബാധിക്കാവുന്നതാണ്. ഫാമിലി സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞാലും ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട്, ബ്രസ്റ്റ് ഫീഡിങ്സ് എൻകറേജ് ചെയ്യാനുള്ള സപ്പോർട്ട്, അങ്ങനെ അതെല്ലാം അമ്മയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ശരി ഡോക്ടർ, ഇപ്പോൾ കോട്ടയത്ത് നിന്നും മനോജ് എന്നൊരു പ്രേക്ഷകൻ സംശയം ചോദിക്കാനായി വിളിക്കുന്നുണ്ട്. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഈ കോവിഡ് സമയത്ത് ഇപ്പൊ കോവിഡിന്റെ സമയമാണല്ലോ, അപ്പൊ ഈ പ്രഗ്നന്റ് ലേഡീസ് ഇപ്പൊ പ്രഗ്നൻസി ടൈമില് കോവിഡ് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തകരാറുകൾ വരാനുള്ള സാധ്യത ഉണ്ടോ? അതുപോലെ തന്നെ ഈ കോവിഡ് വാക്സിൻ എടുക്കുന്നത് ഏത് മാസങ്ങളിലായിരിക്കണം അമ്മമാർക്ക് വാക്സിൻ എടുക്കേണ്ടത്? ഇതിന് രണ്ടിനും ഉത്തരം പറഞ്ഞാൽ നന്നായിരിക്കും. പ്രഗ്നൻസി സമയത്ത് അമ്മയ്ക്ക് കോവിഡ് വന്നാൽ അതൊരു നോർമൽ ഒരു ഇൽനെസ് വന്നു പോണ പോലെ ഉള്ളൂ. ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ചില പോപ്പുലേഷൻ അമ്മമാർക്ക് അവർ പ്രീമച്വർ ആയിട്ടുള്ള ഒരു ഡെലിവറിക്ക് പോയിട്ടുണ്ട്. അല്ലാതെ വേറെ ഒരു കൺജനൈറ്റൽ മാൽഫോർമേഷനോ വൈകല്യങ്ങളോ അങ്ങനത്തെ ഇതൊന്നും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. വാക്സിനേഷൻ, കോവിഡ് വാക്സിനേഷൻ ആദ്യത്തെ ഒരു ഫസ്റ്റ് ട്രൈമിസ്റ്റർ കഴിഞ്ഞിട്ട് അമ്മമാർക്ക് കോവിഡ് വാക്സിൻ എടുക്കാവുന്നതാണ്. ആദ്യത്തെ ഒരു 4 മാസം കഴിഞ്ഞാൽ കോവിഡ് വാക്സിൻ എടുക്കാവുന്നതാണ്. ശരി, മനോജ് എന്ന പ്രേക്ഷകനായിരുന്നു വിളിച്ചത്. വ്യക്തമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ വിഷയവുമായി തന്നെ ബന്ധപ്പെടുത്തി ചോദിക്കുമ്പോൾ ഈ നവജാത ശിശുവിന് കോവിഡ് വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോവിഡ് ഇൻഫെക്ഷൻ ന്യൂ ബോൺസിലും പീഡിയാട്രിക് പോപ്പുലേഷനും ഒരു മൈൽഡ് ഫോം ആയിട്ടാണ് മെജോറിറ്റിയും പോകുന്നത്. ഒരു 96-97% കേസിൽ ഒരു മൈൽഡ് ഫോം ആയിട്ടാണ് പോകുന്നത്. ഈ കോവിഡ് സിംറ്റംസ് നമുക്കതൊരു 3 തരത്തിൽ നമുക്കത് ഡിവൈഡ് ചെയ്യാം. ഒന്ന് മൈൽഡ് ഫോം, ഒന്ന് മോഡറേറ്റ് ഫോം, ഒന്ന് സിവിയർ ഫോം. മൈൽഡ് ഫോമിൽ ഒരു ചെറിയ രീതിയിലുള്ള പനി, അല്ലെങ്കിൽ ചെറിയൊരു മൂക്കൊലിപ്പ്, തുമ്മല്, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ചുമ, ഇതൊക്കെയാണ് മൈൽഡ് സിംറ്റംസ്. മോഡറേറ്റ് സിംറ്റംസ് എന്ന് പറയുന്നത് കൊച്ചിന്റെ ചെറിയൊരു രീതിയിലുള്ള ശ്വാസമുട്ടൽ വരിക, കുഞ്ഞിന്റെ റെസ്പിറേറ്ററി റേറ്റ് കൂടുക, 1 മിനിറ്റിൽ കുഞ്ഞെടുക്കുന്ന ശ്വാസം, അത് 2 മാസത്തിന് താഴെയുള്ള പിള്ളേരിൽ ഒരു 60ന്റെ മേളിൽ കുഞ്ഞ് ശ്വാസം, 60 ബ്രെത്ത്സ് പെർ മിനിറ്റിന് മേളിലും 2 മാസം തുടങ്ങി 12 മാസം വരെ ഒരു 50 പ്രാവശ്യം വെച്ച് 1 മിനിറ്റിൽ ശ്വാസം എടുക്കുകയും നമ്മൾ ശ്വാസമുട്ടൽ എന്ന് പറയും. അപ്പൊ റെസ്പിറേറ്ററി ഡിസ്ട്രസ്, പിന്നെ ഓക്സിജൻ ലെവൽ, ബ്ലഡിലെ ഓക്സിജൻ ലെവൽ ഒരു 90 to 94% നിൽക്കുവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മോഡറേറ്റ് സിംറ്റംസ് എന്ന് പറയും. സിവിയർ സിംറ്റംസിൻ്റെ അകത്ത് കുഞ്ഞിന് ഭയങ്കരമായിട്ടുള്ള ഒരു ക്ഷീണം, പിന്നെ കുഞ്ഞ് പാൽ കുടിക്കാനുള്ള ഒരു മടി, കുഞ്ഞിന് അപസ്മാരം പോലത്തെ ഇത് വരിക, കുഞ്ഞിന് BP പെട്ടെന്ന് ഡൗൺ ആവുക, കൈയും കാലൊക്കെ തണുത്തിരിക്കുക, ഇതിനൊക്കെയാണ് നമ്മൾ സിവിയർ സിംറ്റംസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പൊ കഴിഞ്ഞൊരു 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് മെജോറിറ്റി ഒരു 96-97% ഉണ്ടാക്കും ഒരു മൈൽഡ് ഇൽനെസ് ആയിട്ടാണ് അവർക്ക് കടന്നു പോയിരുന്നത്. അപ്പോൾ ഒരു 3 മാസത്തിന് താഴെയുള്ള പിള്ളേരൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കും. നമ്മൾ വേറെ ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാന്ന് നമ്മൾ
ഉറപ്പുവരുത്തണം. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് കോവിഡിന്റെ ടെസ്റ്റ് കൂടാതെ വേറെ ബ്ലഡ് വർക്ക്, ബ്ലഡ് റൂട്ടീൻ, CRP അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ, ബ്ലഡ് കൾച്ചർ ഇങ്ങനത്തെ ടെസ്റ്റുകൾ നമ്മൾ എടുക്കാറുണ്ട്. വേറെ യൂറിൻ ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്. കൂടെ വേറെ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്താനായിട്ട്. അമ്മയ്ക്കാണോ കോവിഡ് പോസിറ്റീവ് ആകുന്നതെങ്കിൽ കുഞ്ഞിന് മുലയൂട്ടുന്നതിൽ പ്രശ്നമുണ്ടോ? കോവിഡ് ഇൻഫെക്ഷൻ സാധാരണ എയർബോൺ ഇൻഫെക്ഷൻ ആണ്. അത് എയർ ഡ്രോപ്ലെറ്റ് വഴിയാണ് അത് കുഞ്ഞിന് വന്നത്. ഡയറക്ട് ട്രാൻസ്മിഷൻ. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ കായംകുളത്ത് നിന്നും സഫീർ എന്നൊരു പ്രേക്ഷകൻ സംശയം ചോദിക്കാനായി വിളിക്കുന്നുണ്ട്. സഫീർ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഇപ്പൊ ലൈനിലുണ്ടാ? പറഞ്ഞു കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഡോക്ടർ, പിന്നെ മോടെ കുഞ്ഞിനാണ്. ഹലോ, സംസാരിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. ഹലോ, സംസാരിച്ചോളൂ, കേൾക്കാം. മോടെ കുഞ്ഞിനാണ്, മാസം തികയാതെ പ്രസവിച്ചയാ. ഹലോ, കുഞ്ഞാണ്, മാസം തികയാതെ പ്രസവിച്ച. ഇപ്പൊ 6 മാസമായി. എത്ര മാസമല്ലേ ജനിച്ചത്? 6 മാസമായി. പകല് പാല് വലുതായിട്ട് കുടിക്കുന്നില്ല, മുലപ്പാൽ. രാത്രിയെ ഡോക്ടറെ കുടിക്കുന്നുള്ളൂ. ജനിച്ചത്. ഹലോ, പറഞ്ഞോളൂ, പറഞ്ഞു കേൾക്കുന്നുണ്ട്. കുഞ്ഞ് എത്ര മാസം പ്രീമച്ചുർ ആയിരുന്നു? എത്ര മാസത്തിലെ കൊച്ചു ജനിച്ചത്? 8 മാസം. 8 മാസത്തില്. ഓക്കെ. ഇപ്പൊ കൊച്ചിന് എത്ര വയസ്സായി? 6 മാസമോ? ഹലോ, ഇപ്പൊ കൊച്ചിന് എത്ര മാസമായി? 8ാം മാസത്തില്. 8 മാസം. 1 മാസം കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ. 6 മാസം. ഇപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 6 മാസം വരെയാണ് മുലപ്പാല് കുഞ്ഞിന് വളരെയധികം. ഓക്കെ. അപ്പൊ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 6 മാസം വരെയാണ് കുഞ്ഞിന് മുലപ്പാല് വേണ്ടത്. 6 മാസം കഴിഞ്ഞാൽ മുലപ്പാല് മാത്രം കൊടുത്താൽ കുഞ്ഞിന്റെ വളർച്ചയെ സാരമായ രീതിയിൽ ബാധിക്കാം. അപ്പോ 6 മാസം കഴിഞ്ഞാൽ കുഞ്ഞിന് ബാക്കി ആഹാരങ്ങളെല്ലാം പയ്യെ കൊടുത്തു തുടങ്ങും. കുറുക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തുടങ്ങാം. പിന്നെ ഒരു 1-2 മാസം കഴിയുമ്പോൾ ചോറ്, പിന്നെ പച്ചക്കറി, അങ്ങനത്തെ ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാം പയ്യെ ഗ്രാജുവലായിട്ട് എല്ലാം നമുക്ക് തുടങ്ങാവുന്നതാണ്. അപ്പൊ പാല് മാത്രം കൊടുക്കാതെ ബാക്കി ഭക്ഷണങ്ങളും കൊടുക്കാം. ശരിയാ, പ്രേക്ഷകർക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നവജാത ശിശുവിന്റെ അമ്മയ്ക്ക് കോവിഡ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ മുലയൂട്ടുന്നതിൽ തടസ്സമുണ്ടോ എന്നായിരുന്നു. ഡോക്ടർ തുടർന്നോളൂ. അപ്പോ ഈ അമ്മയുടെ ഈ കോവിഡ് ഇൻഫെക്ഷൻ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പോകുന്നത് എയർബോൺ റൂട്ട് വഴിയാണ്, അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് റൂട്ട് വഴിയാണ് അത് കുഞ്ഞിന് പോകുന്നത്. അപ്പോൾ ബ്രസ്റ്റ് മിൽക്കിക്കടെ കോവിഡ് ഇൻഫെക്ഷൻ കുഞ്ഞിന് കിട്ടാവുന്ന ചാൻസ് വളരെ കുറവാണ്, ഭയങ്കര റെയർ ആണ്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യണതോ അല്ലെങ്കിൽ മുലപ്പാൽ എക്സ്പ്രസ് ചെയ്തിട്ട് കുഞ്ഞിന് കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ആ വഴി കുഞ്ഞിന് ഒരിക്കലും കോവിഡ് ഇൻഫെക്ഷൻ കിട്ടില്ല. ഇപ്പോ ബ്രസ്റ്റ് ഫീഡിങ്, ഇപ്പൊ അമ്മ കോവിഡ് പോസിറ്റീവ് ആണ്, പക്ഷെ വേറെ സിംറ്റംസ് ഒന്നും അമ്മയ്ക്കില്ല. അമ്മയ്ക്ക് ടെമ്പറേച്ചർ ഇല്ല, ചുമയില്ല, ശ്വാസമുട്ടില്ല, യാതൊരു സിംറ്റംസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് അമ്മ മാസ്ക് ധരിക്കുകയും അമ്മയുടെ കൈ സോപ്പ് കഴുകുകയും സാനിറ്റൈസേഷൻ എല്ലാം ചെയ്തിട്ട് അമ്മയ്ക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാവുന്നതാണ്. ആ സമയത്ത് ചുമയ്ക്കോ തുമ്മോ കുഞ്ഞിന്റെ മേത്തേക്ക് ചുമയ്ക്കോ തുമ്മോ ചെയ്യാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്കിയുള്ള സമയത്തെല്ലാം ഒരു കോവിഡ് ഇൻഫെക്ഷൻ ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരു കെയർ ഗ്രൂപ്പ് ഒരു 6 feet കുറച്ച് ദൂരത്ത് വേണം കുഞ്ഞിനെ കെയർ ചെയ്യാനായിട്ട്. ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് മാത്രം കുഞ്ഞിന്റെ അടുത്ത് വന്ന് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാം. ഇപ്പൊ അമ്മയ്ക്ക് സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചുമ, ശ്വാസമുട്ടൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കുഞ്ഞിനെ വേറൊരു റൂമിൽ നോക്കുകയും, വേറൊരു ഹെൽത്തി ആയിട്ടുള്ള വേറൊരാൾ വേറെ റൂമിൽ നോക്കുകയും അമ്മയുടെ പാല് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുന്നതിനും യാതൊരു കുഴപ്പമില്ല. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും തസ്നിയ എന്നൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. പറയട്ടെ? ചോദിച്ചോളൂ ഡോക്ടർ. കുട്ടിക്ക് ഇപ്പൊ 4 മാസമാണ് ആയിട്ടുണ്ട്. അപ്പൊ 2-3 ദിവസമായിട്ട് നന്നായിട്ട് വയറിളക്കം പോലെ ഉണ്ട്.
അപ്പൊ സ്റ്റൂള് ചെക്ക് ചെയ്തപ്പോ പൾസ് 4 to 6 ആണ് കാണിക്കുന്നത്. ഇപ്പൊ കുഞ്ഞിനിപ്പോ മുലപ്പാല് മാത്രമാണോ അത് വേറെ എന്തെങ്കിലും കൊടുക്കണ്ടോ? വെള്ളം അങ്ങനെ എന്തെങ്കിലും കൊടുക്കണ്ടോ? കായപ്പൊടി കൊടുക്കുന്നുണ്ട്. കായപ്പൊടി കൊടുക്കണ്ടോ? വേറെ എന്തെങ്കിലും കൊടുക്കണ്ടോ? ഇല്ല, വേറെ ഒന്നും കൊടുക്കണില്ല. വയറ്റിൽ നിന്ന് പോണത് ഒരു സെമി സോളിഡ് ആയിട്ടാണ് അത് വെള്ളം പോലെയാണോ പോണത്? വെള്ളം പോലെ തന്നെ പോണത്, ഭയങ്കര കട്ടിയൊന്നുമില്ല. കേട്ടില്ല. വെള്ളം പോലെയാണ്. വെള്ളം മുഴുവനായിട്ട് വെള്ളമല്ല, പക്ഷെ എന്താണ് കട്ടിയിലല്ല പോണത്. അതിനകത്ത് പശ പോലത്തെ എന്തെങ്കിലും ഉണ്ടോ? ബ്ലഡ് വല്ലതും ഉണ്ടോ? ബ്ലഡ് ഒന്നുമില്ല. പശ പോലത്തെ എന്തെങ്കിലും ഉണ്ടോ? മ്യൂക്കസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ പ്രത്യേകിച്ചൊന്നും അതില് ചെറിയൊരു തരിതരി പോലെ ഉണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കുഞ്ഞ് എങ്ങനെയുണ്ട്? കുഞ്ഞ് ആക്റ്റീവ് ആണോ? കുഞ്ഞ് ടെമ്പറേച്ചർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കുട്ടി ആക്റ്റീവ് ആണ്. യൂറിൻ പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വേദന എന്തെങ്കിലും ഉണ്ടോ? വേദനയോ കരച്ചിലോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടോ യൂറിൻ പാസ് ചെയ്യുമ്പോൾ? ഇല്ല, യൂറിൻ പാസ് ചെയ്യുമ്പോ ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിനകത്ത് വേറെ ഇൻഫെക്ഷൻ്റെതായ വേറെ ലക്ഷണങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യാന്നുള്ളൂ. ഒരു യൂറിൻ മൈക്രോ അല്ലെങ്കിൽ യൂറിൻ കൾച്ചർ ഒന്ന് ചെക്ക് ചെയ്യണം, നല്ലതായിരിക്കും. യൂറിൻ മൈക്രോ യൂറിൻ കൾച്ചറും ചെക്ക് ചെയ്യണം, നല്ലതായിരിക്കും. യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതെ. കുട്ടി പാല് കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലായിട്ട് ഇങ്ങനെ ലൂസ് മോഷൻ ഉണ്ടാവുന്നത്. അപ്പൊ പാലിന്റെ എന്തെങ്കിലും അലർജി ആയിട്ടാവോ? ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ് ആണ്. ചെറിയ പിള്ളേരിൽ കാണുന്ന ഒരു നോർമലായിട്ട് കാണുന്ന ഒരു ഇതാണ്. പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വയറ്റിൽ നിന്ന് പോവുക. അത് നോർമലായിട്ടുള്ളതാണ്. പിന്നെ ചെറിയ പിള്ളേരുടെ മോഷൻ ഒരു സെമി സോളിഡ് ആയിട്ടുള്ള ഒരു മോഷൻ ആയിരിക്കും. അത് നോർമലാണ്. പച്ച കളറായിട്ടുള്ള മോഷനും മഞ്ഞ കളറുള്ള മോഷനും നോർമലാണ്. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് ഇപ്പൊ കായപ്പൊടി കൊടുക്കണം നിർത്തണോ ഇനി? അത് ഒരു 5 മാസമൊക്കെ. ഇതിപ്പോ നേരത്തെ തുടങ്ങാനുള്ള കാരണം എന്തായിരുന്നു? ഇപ്പൊ 4 മാസം കഴിഞ്ഞ കുട്ടിക്ക്. നമ്മളൊരു 5 മാസമൊക്കെ ആകുമ്പോഴാണ് സാധാരണ തുടങ്ങണത്. മുലപ്പാൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ മുലപ്പാൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമായിരിക്കും നല്ലത്. 5 മാസം വരെ. 5 മാസത്തിന് ശേഷം കുറുക്കും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. ശരി ഡോക്ടർ, താങ്ക് യു. ശരി, ആ പ്രേക്ഷകർക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഒരു മാനസികാരോഗ്യത്തിന് ചെറുപ്പത്തിൽ തന്നെ ചിത്രങ്ങൾ കാണിക്കുക, കഥകൾ പറഞ്ഞു കൊടുക്കുക, ഇവയ്ക്കൊക്കെ കുട്ടിയുടെ വളർച്ചയിൽ പ്രധാനമായും വലിയ പങ്കില്ലേ? തീർച്ചയായിട്ടും. നമ്മള് ഒരു ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കുഞ്ഞായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇന്ററാക്ട് ചെയ്യുകയും കുഞ്ഞായിട്ട് സംസാരിക്കുകയും കുഞ്ഞായിട്ട് കളിക്കുകയും ചെയ്യുന്ന കുഞ്ഞിന്റെ ഒരു മാനസിക ആരോഗ്യത്തിന് നല്ലതാണ്. അത് കൂടാതെ കുഞ്ഞിനെ ഒരു 8 മാസം 9 മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞിനെ ചെറിയൊരു പടങ്ങൾ കാണിക്കുകയും അങ്ങനെ പല ഒരു സ്റ്റിമുലേഷൻ എല്ലാം കുഞ്ഞിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അവരുടെ മാനസിക ആരോഗ്യത്തിനും അവരുടെ കമ്മ്യൂണിക്കേഷനും എല്ലാത്തിനും നല്ലതാണ്. ശരി ഡോക്ടർ, അതോടൊപ്പം തന്നെ കുഞ്ഞു കിടക്കുന്ന റൂമിൽ ശക്തിയായി ഫാൻ ഇടുക, പൊടി ഉണ്ട്, അലർജി ഉണ്ടാകുക തുടർന്ന പ്രശ്നങ്ങളൊക്കെ കുട്ടിക്ക് ഭാവിയിൽ ശ്വാസകോശ സംബന്ധമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ഫാൻ ഇടുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് അലർജി ഉണ്ടെങ്കിൽ, ഇപ്പൊ അവരുടെ കുഞ്ഞിന്റെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനോ ആർക്കെങ്കിലും അലർജി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് അവർക്ക് തുമ്മലോ ചുമയോ ശ്വാസമുട്ടലോ അങ്ങനത്തെ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞിനും ഡെഫിനറ്റ്ലി അലർജി വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും രണ്ടുപേർക്കും അലർജിയുടെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുഞ്ഞിന് ഡെഫിനറ്റ് ആയിട്ടും ഒരു 96% ചാൻസ് ഉണ്ട് കുഞ്ഞിന് അലർജി വരാനായിട്ട്. അപ്പോൾ ചെറിയൊരു പൊടി അല്ലെങ്കിൽ ചെറിയൊരു കാലാവസ്ഥ മാറുക, വീട്ടിൽ വേറെ ആർക്കെങ്കിലും ജലദോഷം ചുമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞിന് പെട്ടെന്ന് ജലദോഷമോ ചുമയോ തുമ്മലോ ശ്വാസമുട്ടലോ ഇതെല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. നോർമലി പിള്ളേർക്ക് ഒരു 5 വയസ്സ് വരെ ഒരു വർഷത്തിൽ ഒരു 4-5 പ്രാവശ്യം ഈ ജലദോഷം ചുമ നോർമലായിട്ട് പിള്ളേർക്ക് ഉണ്ടാവും. അപ്പൊ ഓരോ പ്രാവശ്യം ഈ വൈറൽ ഇൻഫെക്ഷൻ ആയിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി നോർമലായിട്ട് ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നോർമലാണ്, അത് കുഴപ്പമില്ല.
ശരി ഡോക്ടർ, വ്യക്തമാണ്. നമ്മുടെ ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നവജാത ശിശു പരിചരണം എന്ന വിഷയമാണെന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്തത്. പരുമല ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനും നിയോനാറ്റോളജിസ്റ്റുമായ ഡോക്ടർ റോഹിൻ എബ്രഹാം ആയിരുന്നു നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. വളരെയധികം നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ അവസാനിക്കുകയാണ്.